ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ശരിക്കും എന്നെ കാണാനല്ലോ ആദ്യം തന്നെ ഒരു പ്ലാന്റ് ആണല്ലോ ഫ്രണ്ട്സ്. ഇത് എൻ്റെ അവക്കാഡോ പ്ലാന്റാണ്. ഇത് ഞാൻ തന്നെ പൊടിപ്പിച്ചെടുത്തതാണ് വിത്തിൽ നിന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നടാൻ സമയമായി. അപ്പം ഇത് നടുന്ന വീഡിയോ കാണിച്ചിട്ട് വിചാരിച്ചു. ഞാൻ തറയിലല്ല നടാൻ പോകുന്നത്, കാരണം ഇവിടെ സ്ഥലക്കുറവാണ്. അതുകൊണ്ട് ഞാൻ താൽക്കാലികമായി ഒരു ചെടിച്ചട്ടിയിൽ വെക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഞാൻ അതിന് വേണ്ടി ഒരു നോർമൽ സോയിലാണ്, സാധാ മണ്ണിനാണ് എടുത്തേക്കുന്നത്. അതിൽ കുറച്ച് കൗഡങ്ങൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാണിച്ച സോയിൽ ഇവിടെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് വയ്ക്കാമെന്ന ആൻറ്റി ചെടി ഇടാൻ വേണ്ടി കുറച്ച് തന്നെയാണ്. അതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഏത് ചെടി നട്ടാലും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതും നോർമൽ മണ്ണും കൂടെ മിക്സ് ചെയ്താണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കിടന്ന് 2-3 ഓടെടുത്ത് അതിലേക്ക് ഇതാണ്. കാരണം മണ്ണ് തരിയില്ലാത്തതുകൊണ്ട് വെള്ളം ഒഴിച്ച ഹോളിൽ കൂടെ പോവും. സോ ഞാൻ ഹോളെല്ലാം ഇങ്ങനെ മറയ്ക്കുകയാണ്. ഫ്രണ്ട്സ്, എന്നാണ് ഇവിടെ വെയിൽ ഉള്ളത്, ബാക്കി എല്ലാ ദിവസവും ഭയങ്കര മഴയാണ്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ ഇത് നടുന്നത്. കാരണം ഞാൻ ആദ്യം ആ ഒരു ചെറിയ പാക്കറ്റിലാണ് നട്ടു വെച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ ആ വളമൊക്കെ എടുത്ത് എൻ്റെ വേരുകൾ താഴോട്ട് വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇതിലോട്ട് മാറ്റുന്നത്. നമ്മുടെ ഈ വീട്ടിൽ നടാൻ വേണ്ടി സ്ഥലമില്ല, മുറ്റത്ത് നട്ടാൽ പിന്നെ ഇത് വലുതാകുമ്പോഴത്തേക്കും ഇടക്കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ചെടിച്ചട്ടിയിൽ താൽക്കാലികമായി അതിലേക്ക് മാറ്റി വയ്ക്കുന്നത്. എന്നിട്ട് വേറെ എവിടെയെങ്കിലും നടാൻ വിചാരിച്ചു. ഫ്രണ്ട്സ്, ഞാൻ അധികം ചെടികളൊന്നും അങ്ങനെ നടുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ എനിക്ക് അവയ്ക്കവിടെ എങ്ങനെയാണോ പ്ലാൻ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഓൾറെഡി ആ ഒരു പാക്കറ്റിൽ നട്ട സമയത്ത് ആ സീഡ് ആ ഒരു തൈ വന്ന സമയത്ത് നട്ടത് ഇതേപോലെ തന്നെയാണ്. ഈ ഒരു സോയിലൊക്കെ എടുത്ത് തന്നെയാണ് ഞാൻ ചെയ്തത്. സോ അത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. എനിക്കറിയത്തില്ല എങ്ങനെയാണ് നടുന്നതെന്ന്, പക്ഷെ നട്ടത് പൊടിക്കുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ സീഡ് ഞാൻ വാങ്ങിച്ച് കഴിച്ചതിൻ്റെ ആ ഒരു കുരുന്നെടുത്താണ് ഞാൻ ഇത് ചെയ്തത്. ഫസ്റ്റ് ആ സീഡ് എടുത്ത് ഞാൻ ഒരു നനഞ്ഞ പേപ്പർ ടവലിൽ വെച്ച് കുറച്ച് ദിവസം ഒരു ഡാർക്കായിട്ട് പ്ലേസിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായി. അപ്പം ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ചെറുതായിട്ടിങ്ങനെ വേര് വരാൻ തുടങ്ങി. വേരൊക്കെ വലുതായി. ഒരു കുപ്പിയിലിട്ട് വെച്ച് വേരൊക്കെ വലുതായ സമയത്ത് അതിൽ നിന്നിങ്ങനെ എന്താ പറയുക, സ്റ്റെമ്മൊക്കെ വരാൻ തുടങ്ങി. സ്റ്റെമ്മ് വളർന്ന് കുറച്ച് വലുതായപ്പോഴത്തേക്ക് ആ തനിയെ സ്റ്റെമ്മ് ഉണങ്ങി. ഞാൻ വെച്ച് മൊത്തത്തിൽ നശിച്ചു പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ഞാൻ ഇത് കണക്ക് അത് കഴിഞ്ഞു പോയെങ്കിലും മൊത്തത്തിലല്ല, ഹാഫായിട്ട് കഴിഞ്ഞു പോയി. ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ എങ്കിലും എൻ്റെ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ അത് കണക്ക് തന്നെ വെച്ചിരുന്നു ഒരാഴ്ചയോളം. അപ്പോഴത്തേക്ക് അതിന് വേറൊരു ബ്രാഞ്ച് പൊടിച്ചു വന്നു. ആ ഒരു ബ്രാഞ്ചാണ് ഇപ്പോൾ ഇത്രയും പൊക്കമായി നിൽക്കുന്നത്. സ്വന്തമായിട്ടൊരു ചെടി നട്ട് പൊടിച്ചത് ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. ഫ്രണ്ട്സ്, ഇത് നോർമൽ സോയിൽ നേരത്തെ ഞാൻ പറഞ്ഞ മിശ്രിതവും കൂടെ ഇട്ട് ഇളക്കി വയ്ക്കുകയാണ് നടാൻ വേണ്ടി. നമുക്ക് ഈ കവർ കീറിയെടുക്കാം. നിങ്ങൾ ശരിക്കും എൻ്റെ മിറ്റം എന്താ ഇങ്ങനെ മൊത്തം ചെടികൾ വൃത്തിയില്ലാതെ കിടക്കുന്നതെന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ചിട്ട് ഇങ്ങനെ വൃത്തിയിലായി കിടക്കുന്നത് കാരണമുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ പേടിച്ചിട്ട് തുറക്കുന്നത്, കാരണം മൊത്തം ഇരയും അട്ടയൊക്കെ ആയിരിക്കും. ഇങ്ങനെ എന്താണ് ഒരു വെറുപ്പ് പോലെ കണ്ട. ഫ്രണ്ട്സ്, എൻ്റെ റൂട്ട് വെളിയിലോട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത് എന്നെ വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കാരണം ഞാൻ അധികം അങ്ങനെ ചെടി നടും, പക്ഷേ അങ്ങനെ അധികം ഇൻഡോർ പ്ലാന്റ്സൊക്കെയാണ് കൂടുതൽ നടാറ്. എങ്കിലും ഞാൻ പുറമെ അത്ര ചെടി നടുന്ന ഒരാളല്ല. എങ്കിലും ഞാൻ ഇത്രയും പരീക്ഷണമായി ഞാൻ നട്ട ചെടി ഇത്രയും വളർന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഹാപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോഴും ലൈക്ക് അടിച്ച് പോണേ. പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എനിക്കിത് എങ്ങനെ കവർന്ന് എടുക്കണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ അമ്മയാണത് വലിച്ചുകൂടി എടുക്കുന്നത്. അങ്ങനെ ഇതിലേക്ക് വയ്ക്കുകയാണ്. കണ്ടു ഫ്രണ്ട്സ്, അത് നല്ല ആട്ടമുണ്ട്. മണ്ണിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. ഇതതിൻ്റെ ആ സീഡിൻ്റെ ആ ഒരു തോടാണ് സംഭവം. പക്ഷെ ഇത് ഇപ്പം എടുക്കുന്നില്ല. അത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്തൊരു സ്വർണ്ണേട്ടുണ്ടായിരുന്നു. സ്വർണ്ണേട്ട മീൻസ് നടുക്ക് ബ്ലാക്കും 2 സൈഡിലും യെല്ലോ കളറിൽ നിന്ന് ഇവിടെ സ്വർണ്ണേട്ടെന്ന് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാറ്? അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ തോണ്ടി നോക്കിയാണ്. അത് ചെറിയ കൃത്രിമങ്ങൾ എനിക്കുണ്ട്. അത് നല്ല ബൾക്കിയായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ തൊട്ട് നോക്കിയതാണ്. ഇതെങ്ങനെ എല്ലാ മണ്ണും കൂടെ വാരിയിട്ടൊരു നടാണ്. ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യണം, കുടിച്ചാൽ ഭാഗ്യം. അങ്ങനെ മണ്ണൊക്കെ ഇട്ടു. ഫ്രണ്ട്സ്, ഞാൻ വെള്ളം ഒഴിച്ച് വയ്ക്കണം. കാരണം ഇങ്ങനത്തെ ഒരു മണ്ണായതുകൊണ്ട് തന്നെ ചിലപ്പോൾ താഴാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വേരിൽ മുഴുവൻ വെളി വരും. സോ ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ച് നോക്കുകയാണ്. ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ രീതിയിലാണ് നടുന്നത്.
എന്തെങ്കിലും തെറ്റ് കാണും. നല്ലോണം വെള്ളം ഒഴിച്ചപ്പോൾ കുഴപ്പമില്ല. എങ്കിലും ഞാൻ ബാക്കി വന്ന മണ്ണെടുത്ത് തന്നെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത് കോവയ്ക്കയുടെ ഇടയിൽ കിടന്നാണ് കേട്ടോ ഇത്രയും വലുത്. നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞത് എന്താണ് മിറ്റ ഇങ്ങനെ നടക്കുന്നത്. ഫ്രണ്ട്സ്, ഇത് കറിവേപ്പിലയുടെ ഇടയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് ഭയങ്കര സൈസാണ്. ആദ്യമായിട്ടാണ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ സൈസിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ വിചാരിച്ചു എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന കണ്ണാണ്, പക്ഷേ അതിൻ്റെ പുറത്തുനിന്നൊരു ബ്രൗൺ കളർ വന്നതിൽ ഒരു കണ്ണുണ്ട്. യഥാർത്ഥത്തിൻ്റെ കണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നല്ല പാറ്റേൺ ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. കൊണ്ടുപോണാ പോകുന്നു. നല്ല ഡിസൈൻ സൂം ചെയ്ത് നോക്കി, നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടി. നല്ല എന്താ പറയുക, ഒരു സിൽക്ക് ഒരു മാറ്റ് ലുക്കാണ് അതിന് മൊത്തത്തിൽ. ഇത് നേരെ പോകുന്നത് പപ്പുവിൻ്റെ ചെരുപ്പ് ലക്ഷ്യമാക്കിയാണ്. ഫ്രണ്ട്സ്, ഇതാണതാ നമ്മൾ കോവയ്ക്ക മൊത്തം ഇവിടെ മുകളിൽ മൊത്തത്തിൽ കോവയ്ക്കാണ് പടർന്നു കിടന്നത് നമ്മൾ മൊത്തത്തിൽ. അപ്പോൾ നമ്മളെല്ലാം അത് കളഞ്ഞ ആ ഒരു വേസ്റ്റൊക്കെയാണ് ഈ കിടക്കുന്നത് കണ്ടോ. മൊത്തത്തിൽ അതെല്ലാം അങ്ങനെ പടാറായി. അപ്പോൾ നമ്മൾ മൊത്തം എടുത്ത് കളയുന്ന ഒരു ഇതാണ് മൊത്തം വേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ ഇടയിലാണ് ചെടിയും കൂടെ നടായിരിക്കുന്നത്. അപ്പം മൊത്തത്തിൽ അഴുക്കായി മൊത്തത്തിൽ നമുക്ക് വൃത്തിയാക്കാമല്ലോ. അങ്ങനെയാണ് ഞാൻ ഇത് കൊണ്ടിരുന്നത്. അതിൻ്റെ ഇവിടെ മൊത്തം ചെടികളാണ്. പക്ഷേ പയറും എല്ലാം ഉണ്ട്. പയറുണ്ടായിരുന്നു, കോവയ്ക്ക ഉണ്ടായിരുന്നു, വഴുതനങ്ങ, ഇതെല്ലാം നമ്മളെടുത്ത് മാറ്റി. കാരണം അതിൻ്റെയൊക്കെ ആ ഒരു ടൈം കഴിഞ്ഞായിരുന്നു കായ്ക്കുന്നത്. എങ്കിലും കോവയ്ക്കയുടെ ഇടയിൽ നമ്മൾ കാണാതെ തന്നെ ഒരുപാട് കായകൾ കിട്ടി. ഇത് നമ്മുടെ പപ്പായാണ് കേട്ടോ. കായ്ക്കാൻ തുടങ്ങി, പക്ഷേ മൊട്ട് വന്നിട്ട് അത് പൊഴിഞ്ഞു പോവാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ വേസ്റ്റെല്ലാം കൂടെ കൊണ്ട് ചേനയാണെന്ന് തോന്നുന്നു അതിൻ്റെ മൂട്ടിൽ കൊണ്ടിട്ടു. നമ്മുടെ സ്നേക്ക് പ്ലാന്റാണ്. പുറത്തിരുന്ന് ഇത്ര ആയതാണ്. ചെടിച്ചട്ടി മൊത്തം ഉണ്ട്. ഇത് നമ്മുടെ വഴുതനങ്ങ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പപ്പുവിൻ്റെ ചെരുപ്പ് ലക്ഷ്യമാക്കിയാണ് അത് പോകുന്നതെന്ന്. പപ്പുവിനെ കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ട് കളഞ്ഞു കേട്ടോ. ഇതാണ് നമ്മുടെ അവയ്ക്കാഡോ. അതിന് ചെറിയ വളവുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കമ്പ് വെച്ച് കെട്ടിക്കൊടുത്തു. കമ്പ് വെച്ച് കെട്ടാൻ പോലും എനിക്കറിയത്തില്ല. നമുക്ക് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായി. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ പണി കഴിഞ്ഞു. സുന്ദരിയാക്കി എടുത്തു എൻ്റെ അവയ്ക്കാഡോനെ. കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ചെടി ആദ്യമായിട്ട് നടുമ്പോൾ എല്ലാവരും പറയുന്നത് കായ്ക്കുന്നുള്ളതേ കൊണ്ട് ചുമ്മാ പരീക്ഷണം മാത്രമാണെന്ന്. പക്ഷേ ഇത് ഇത്രയും പൊടിച്ചില്ലേ, ഇനി നമുക്ക് നോക്കാം ഇത് കായ്ക്കുമല്ലേ എന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇത്രയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഞാൻ നട്ടെ ഇങ്ങനെയാണോ എനിക്ക് അവയ്ക്കാഡോ നടുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തെങ്കിലും കുറ്റവും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ.